നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ലോക്സഭയിലേക്ക് പ്രിയങ്ക എത്തുമോ? ഇതാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത്. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പ്രിയങ്ക അറിയിച്ചിരുന്നു. മതേതര ഇന്ത്യയുടെ പുതിയ മുഖമാവുമോ രാജ്യം കണ്ട ഏറ്റവും ശക്തയായ ഭരണാധികാരിയുടെ പിന്മുറക്കാരി? ഇന്നലെ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് പ്രിയങ്ക മനസ്സ് തുറന്നത്. റായ്ബറേലിയിൽ മത്സരിക്കാൻ പ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോഴാണ് കുസൃതി നിറഞ്ഞ ഒരു ചിരിയിൽ എന്തുകൊണ്ട് വാരണാസിയിൽ താൻ മത്സരിച്ചുകൂടാ എന്ന് പ്രിയങ്കയുടെ മറുചോദ്യം. പാതി തമാശയായും പാതി കാര്യമായും പ്രിയങ്ക പറഞ്ഞു വെച്ചത് BJP പാളയങ്ങളിൽ വെള്ളിടി വാർത്തയായിട്ടുണ്ട്. ചൌക്കീദാർ എന്ന സ്വയം പ്രഖ്യാപനം നടത്തുന്ന പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി കടന്നുവന്നാൽ സംഭവിക്കാവുന്ന രാഷ്ട്രീയ നാടകീയതയ്ക്ക് അന്ത്യമില്ല. അനിവാര്യമായ ഒരു മാറ്റം എന്നോണമാണ് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനം തന്നെ വിലയിരുത്തപ്പെടുന്നത്. റായ്ബറേലിയിൽ അമ്മ സോണിയാഗാന്ധിക്ക് വേണ്ടി കൃത്യമായ പ്രചാരണം കാര്യമായി നടത്തുന്ന പ്രിയങ്ക മത്സര രംഗത്തേക്കില്ല എന്നുള്ള വാർത്തയാണ് ഇതുവരെ ലഭിച്ചിരുന്നത്. പക്ഷേ പ്രിയങ്കയുടെ എന്തുകൊണ്ട് ഞാൻ മത്സരിച്ചു കൂടാ എന്ന പ്രസ്താവന ദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. തനിക്കെതിരെ നിരന്തരമായി ഉയരുന്ന ആക്രമണങ്ങളെയും സെക്സിസ്റ്റ് പ്രസ്താവനകളെയും തെല്ലും കൂസാതെ ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല മുഖമാവാൻ ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൾക്ക് കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഭർത്താവിനെതിരെ നേരിടുന്ന അഴിമതി ആരോപണങ്ങളിൽ തെല്ലും പതരാതെ ഓരോ പൗരന്റെയും ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും പ്രിയങ്ക നൽകുന്നുണ്ട്. രാജ്യം നിലവിലെ ഏറ്റവും മോശം അവസ്ഥയിൽ ഈ മോദി ഭരണത്തിലൂടെ കടന്നു പോകുമ്പോൾ മാറ്റമാവാൻ പുതിയൊരു സർക്കാരിനെയും അതിന് ഭരണാധിപത്യം വഹിക്കാൻ പ്രിയങ്കയെപ്പോലെ ശക്തയായ ഒരു നേതാവും ഉയർന്നു വരട്ടെ.